ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. മണ്ണിന്റെ ഫലഭൂഷ്ഠതയാണ് ഒരു സസ്യത്തിന്റെ ആരോഗ്യത്തിന്റെ അടിത്തറ. നമ്മൾ കൃത്യമായ രീതിയിൽ വളം നൽകിയാൽ മാത്രമേ ഏതൊരു ചെടിയായാലും കറക്റ്റ് ആരോഗ്യത്തോടുകൂടി വളരുകയും അതുപോലെ തന്നെ കായകളും വെജിറ്റബിൾ എന്ത് തന്നെ ആയാലും നമുക്ക് അതിന് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ശരിയായ രീതിയിൽ വളം നൽകിയാൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ ഒരു കാര്യമുള്ളൂ. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പലരും വളമൊന്നും നൽകാതെ കൃഷി ചെയ്തിട്ട് അവസാനം ചെടിയിൽ കായ വളരുന്നില്ല, പച്ചക്കറിയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വേവലാതിപ്പെടാറുണ്ട്. പക്ഷെ കൃത്യമായ രീതിയിൽ വളം നൽകിയാൽ നമുക്ക് ഒരു പക്ഷേ കറക്റ്റായിട്ട് നമുക്കതിന് ഒരു പക്ഷേ എന്നല്ല നമുക്ക് കൃത്യമായ രീതിയിൽ അതിന് വിളവ് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറഞ്ഞ ചെലവിൽ നമുക്ക് മണ്ണിന്റെ ഫലഭൂഷ്ഠത കൂട്ടാൻ നാച്ചുറലായിട്ട് കുറച്ച് വഴികളുണ്ട്. കുറച്ച് ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ പച്ചക്കറി അല്ലെങ്കിൽ പൂച്ചെടികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി വീട്ടിൽ നിന്ന് ലഭിക്കുന്ന കുറച്ച് വഴികൾ ഉപയോഗിച്ച് നമുക്ക് ചെടിയുടെ ആരോഗ്യം കൂട്ടാനും നമുക്ക് അതുവഴി കൂടുതൽ വിളവ് കിട്ടാനൊക്കെ ഒരു വഴിയുണ്ട്. നമുക്ക് കോഴിമുട്ട ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ മണ്ണിന്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ പോട്ടി മിശ്രത്തിൽ നമ്മൾ കോഴിമുട്ട ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കൃത്യമായ രീതിയിൽ മണ്ണിന്റെ ഫലഭൂഷ്ഠത വർദ്ധിച്ച് നമുക്ക് കൂടുതൽ പച്ചക്കറിയും അതുപോലെ പൂക്കളും പഴങ്ങളൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കോഴിമുട്ട ഉപയോഗിച്ചുള്ള 5 തരം വളങ്ങളാണ്. അതിലൊന്നാമത്തെ രീതി, നമ്മൾ ചട്ടിയിൽ ഒരു കോഴിമുട്ട അതുപോലെ തന്നെ പൊട്ടിക്കാതെ നമ്മൾ ഒരു ചട്ടിയിൽ കുഴിച്ചിടുക. എന്നിട്ട് അതിനുശേഷം അതിന് മുകളിൽ നമ്മൾ ഈ പച്ചക്കറിയോ അല്ലെങ്കിൽ പൂച്ചെടി നടുക. ഇങ്ങനെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ചെടി വളരെ നന്നായിട്ട് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴിമുട്ടയിൽ അടങ്ങിയ കാൽസ്യം അത് ഈ ചെടികൾക്ക് എല്ലാ ചെടികൾക്കും വേണ്ട ഒരു സംഭവമാണ്. കോഴിമുട്ട ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഇത് കമ്പോസ്റ്റായി മാറുമ്പോൾ ചെടികൾ കൂടുതൽ ഉഷാറായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ കുറവുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കളികൾ ബ്ലോസം എൻട്രോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം. തക്കാളിക്കായുടെ അടിഭാഗത്ത് ഒരു ചീഞ്ഞ പോലെ രൂപപ്പെടുകയും പിന്നെ തക്കാളി മൊത്തമായിട്ട് പിന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട് തക്കാളി ചെടിയിൽ. ബ്ലോസം എൻട്രോട്ട് എന്നാണ് ഇതിന് പറയുക. ഇത് കാൽസ്യത്തിന് കുറവുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബ്ലോസം എൻട്രോട്ട്. അപ്പോൾ നമ്മൾ ഈ കോഴിമുട്ട ഇതുപോലെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട പിന്നെ 3 ആഴ്ച കഴിഞ്ഞ് കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ ഈ കാൽസ്യം എല്ലാം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെടികളുടെ വേരെല്ലാം അതിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ഈ കാൽസ്യം വലിച്ചെടുക്കുന്ന വഴി തക്കാളി ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചെടിയിലെ ബ്ലോസം എൻട്രോട്ടൊക്കെ മാറ്റാൻ ഒരുപാട് സഹായിക്കും. കാൽസ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വഴിയും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാമെങ്കിലും നമുക്ക് ബ്ലോസം എൻട്രോട്ട് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ കോഴിമുട്ടയുടെ പ്രയോഗം ചെയ്തു നോക്കുക. ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ് കോഴിമുട്ട പച്ചയ്ക്ക് നമ്മൾ കുഴിച്ചിടുന്ന പരിപാടി. പൂച്ചെടികൾക്കും ഇത് ബാധകമാണ്. പൂച്ചെടികൾ നമ്മളിങ്ങനെ കോഴിമുട്ട കുഴിച്ചിട്ട ശേഷം അതിന്റെ മുകളിൽ പൂച്ചെടി നട്ട ശേഷം നമ്മളൊന്ന് നിരീക്ഷിക്കുക. തീർച്ചയായിട്ടും നല്ല മാറ്റമുണ്ട്. ഒരു 3 ആഴ്ച കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പൂച്ചെടിയിൽ ഒരുപാട് പൂവെല്ലാം വന്ന് പൂച്ചെടി ഭയങ്കരമായിട്ട് തളർത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. പലരും ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. അപ്പൊ ഞാനിങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട്, ഞാനും വിജയിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കോഴിമുട്ട കയ്യിൽ നിന്ന് തട്ടി വീണ് ഉടഞ്ഞു പോയിട്ട് കണ്ടെങ്കിൽ താഴെ വീണ് മണ്ണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ കുഴിച്ചിടാം. കോഴിക്കൂട്ടിലേക്കാണ് പലപ്പോഴും കോഴിമുട്ട പൊട്ടി കിടക്കുന്ന കാണാറുണ്ട്. നമ്മളതെടുത്ത് പൊടിയിലേക്കൊക്കെ നമ്മൾ പറമ്പിലോട്ടൊക്കെ വലിച്ചു തരും. അപ്പൊ അങ്ങനെ അത് വലിയ ശല്യമായിട്ടൊക്കെ പുറത്ത് കിടക്കാറുണ്ട്. പക്ഷെ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പകരം ഉടഞ്ഞ കോഴിമുട്ട ഉണ്ടെങ്കിൽ ഉടഞ്ഞ കോഴിമുട്ട നിങ്ങൾ ഇതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ കുഴിച്ചിടുക. നിങ്ങൾക്ക് അതിന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഫെർട്ടിലൈസറാണ് കോഴിമുട്ടയുടെ തോട്. അപ്പൊ ഈ കോഴിമുട്ടയുടെ തോടിൽ പല രീതിയിലുള്ള ഈ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ മൂലകമാണ് കാൽസ്യം, അതുപോലെ നൈട്രജന്, ഫോസ്ഫോറിക് ആസിഡ്. ഇതൊക്കെ നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ഠത കൂട്ടാൻ പറ്റിയ ചില മൂലകങ്ങളാണ്. അപ്പൊ നമ്മൾ കോഴിമുട്ട തോട് ചെടിച്ചട്ടിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് അതിന്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. പലരും കോഴിമുട്ട തോടൊക്കെ റോസിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നല്ല മാറ്റം അതിലൂടെ വരും. കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ തോടെല്ലാം മണ്ണിൽ ലയിച്ച് കഴിയുമ്പോൾ അത് ചെടികളുടെ വേരുകൾ വന്ന് ആഗിരണം ചെയ്യുമ്പോൾ അതിലുള്ള പല മൂലകങ്ങളും ചെടി വലിച്ചെടുക്കുകയും തുടർന്ന് ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പച്ചക്കറി ചെടികളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ധാരാളം വെജിറ്റബിൾസ് അതിൽ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ കോഴിമുട്ട ഓംലേറ്റ് അടിക്കുക, ബുൾസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന കോഴിമുട്ട തോട് നിങ്ങൾ തീർച്ചയായിട്ടും ചെടികളുടെ ചോട്ടിൽ ചെടിച്ചട്ടിയിൽ ഇട്ടുകൊടുക്കുക. ചെടിച്ചട്ടിയിൽ ജസ്റ്റ് ഇടുന്ന പകരം നിങ്ങൾ ചെടിച്ചട്ടിയിൽ കുറച്ച് ഇപ്പം മണ്ണ് ഇളക്കിയ ശേഷം ആ മണ്ണിലേക്ക് നിങ്ങൾ ഇത് വിതറിയ ശേഷം അതിന് മുകളിൽ മണ്ണിടുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെടിക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ ഈ കോഴിമുട്ടത്തോട് നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്യുന്നത് കാരണം ഡ്രൈനേജ് കൂടും. അപ്പോൾ നമുക്ക് മണ്ണിലൊക്കെ ഒരുപാട് വെള്ളം കെട്ടിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ കോഴിമുട്ടത്തോട് നമ്മൾ പോട്ടി മിശ്രത്തിൽ ഉൾപ്പെടുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കോഴിമുട്ട തോട് ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ, പുറമേക്ക് വലിച്ചെറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കോഴിമുട്ടതിൻ്റെ തോടൊക്കെ ഉണ്ടെങ്കിൽ അത് ചെടിച്ചൊട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മാറ്റങ്ങൾ എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കേണ്ട എണ്ണ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മുതൽ 5 വരെ കോഴിമുട്ടയുടെ തോട് ഒരു ചെടിക്ക് ഒരു ചട്ടി ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ രീതിയാണ് കോഴിമുട്ടയുടെ തോട് പൊടിച്ചത്. കോഴിമുട്ടയുടെ തോട് പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ
കോഴിമുട്ടത്തോട് നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കുന്നതിനായിട്ട് കൂടുതലായിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോഴിമുട്ടയുടെ തോട് വെറുതെ ഇട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഒരു മിക്സിയിൽ നിങ്ങൾ ഈ കോഴിമുട്ടയുടെ തോടിട്ട് പൊടിച്ച് നന്നായിട്ട് പൊടിച്ച ശേഷം നിങ്ങളത് മണ്ണിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് കമ്പോസ്റ്റ് ആവാനുള്ള ടൈമും വളരെ പെട്ടെന്ന് ആഗിരണം ചെയ്തെടുക്കുകയും ചെയ്യും. നാലാമത്തെ രീതി വളരെയധികം ഫലപ്രദമായിട്ട് പലരും പറഞ്ഞു കേട്ടുള്ള രീതി, അത് എഗ്ഷെൽ ടീ എന്നാണ് ഇതിന് പറയുക. അതായത് കോഴിമുട്ടയുടെ ചായ. കോഴിമുട്ട കൊണ്ടൊരു ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെടികൾക്ക് അത് തളിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ വളരെ മാറ്റം കാണുന്നൊരു രീതിയാണ് എഗ്ഷെൽ ടീ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ്. പ്രത്യേകിച്ച് വീട്ടിലെ കോഴിമുട്ടത്തോട് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കോഴിമുട്ടയുടെ തോട് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഒരു 5 കോഴിമുട്ട തോട് എന്ന കണക്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇറക്കി വെച്ച് ഒരു ദിവസം അത് ചൂടാറാൻ വേണ്ടി വെക്കണം. ഒരു ദിവസം തണുത്ത ആറിയ ശേഷം നമ്മൾ പിറ്റേ ദിവസം അത് ഒരു സ്പ്രേയറിൽ വെച്ചിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. കൂടാതെ നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെയ്യുന്ന വഴി നമുക്ക് കാൽസ്യം, പൊട്ടാസ്യം ഒക്കെ നമുക്ക് ചെടികൾക്ക് ധാരാളമായിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ വളങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതി ചെയ്ത് നോക്കുക. അതായത് പൊട്ടാസ്യം, കാൽസ്യം ധാരാളം ചെടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ തരുന്ന ചെടികളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടും. അതെന്തായാലും ഉറപ്പാണ്. പ്രത്യേകിച്ച് കാൽസ്യം, പൊട്ടാസ്യം ഒക്കെ ശരിക്കും കിട്ടിക്കഴിയുമ്പോൾ ഫ്ലവേഴ്സൊക്കെ നന്നായിട്ട് ബെഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ചെയ്യാം. പിന്നെ 5ാമത്തെ രീതി, കോഴിമുട്ടയുടെ തോട് ഉപയോഗിച്ച് നമുക്കതിൽ വിത്തുകൾ നടാൻ ഉപയോഗിക്കാം. പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അതായത് നമുക്ക് കോഴിമുട്ടയുടെ തോട് നമുക്ക് പൊട്ടാതെ കിട്ടുകയാണെങ്കിൽ നമുക്കതിൽ പോട്ടി മിശ്രിതം, കമ്പോസ്റ്റും അതുപോലെ ചാണകപ്പൊടിയും അതുപോലെ ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്ത മിശ്രിതം നമ്മൾ ഈ എഗ്ഷെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ച ശേഷം അതിൽ നമ്മളൊരു 3 വിത്ത് വീതം നടുക. ഇങ്ങനെ 3 വിത്ത് വീതം നട്ട ശേഷം വിത്തെല്ലാം മുളച്ച് അതിൽ ആരെങ്കിലും ഒരു ചെടി മാത്രം നിർത്തിയ ശേഷം നമ്മൾ ആ ഒരു ചെടി എഗ്ഷെല്ല് ഒഴിവാക്കാതെ നമ്മൾ അതുപോലെ എടുത്ത് ചട്ടിയിലേക്ക് മാറ്റിയിടാൻ പറ്റും. പോട്ടറിൽ നിന്ന് ഊരിയെടുക്കുന്ന പോലെ ഇതിന്ന് തൈ മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ അതുപോലെ തന്നെ എടുത്ത് നമ്മൾ ചട്ടിയിലിട്ട് നട്ടാൽ മതി. വൈകാതെ ഒരു 3 ആഴ്ച കൊണ്ട് ഈ എഗ്ഷെല്ലാം ദ്രവിച്ച് അത് കമ്പോസ്റ്റായി മാറി ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തെ, ചെടി വലുതാവുന്നതനുസരിച്ച് അതിന്റെ വേര് ഇറങ്ങുന്നതനുസരിച്ച് ആ ചെടിയിൽ നിന്ന് അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ എല്ലാം ആ കോഴിമുട്ടയുടെ തോടുന്ന് വലിച്ചെടുക്കാൻ പറ്റിയ പാകത്തിലേക്ക് അതായി മാറും. അപ്പൊ നമുക്ക് ചെടിക്ക് കൂടുതലായിട്ട് ന്യൂട്രിയൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. എഗ്ഷെല്ലിൽ നിന്നുള്ള നൈട്രജനും ഫോസ്ഫറസും അതുപോലെ പൊട്ടാസ്യമൊക്കെ ചെടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കൂടാതെ തക്കാളി ചെടിക്കാണ് ഇതുപോലെ നട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ നട്ടൊരു ചെടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബ്ലോസം ആൻഡ് റോട്ട് പറഞ്ഞിട്ടുള്ള പ്രശ്നം വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ തക്കാളി ചെടി നിങ്ങൾക്ക് നടാൻ പറ്റും. വീട്ടിലൊക്കെ തക്കാളി നടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കോഴിമുട്ടയുടെ തോടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 വിത്ത് വീതം കോഴിമുട്ട തോടിൽ നടുക. തീർച്ചയായിട്ടും നല്ലൊരു മികച്ചൊരു റിസൾട്ട് കിട്ടുന്ന രീതിയാണിത്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ചെടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. രോഗപ്രതിരോധ ശേഷിയും അതുപോലെ കൂടുതൽ വിളവ് തരുന്ന ഒരു ചെടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം മികച്ച ഒരു വിളവ് തരുന്ന ഒരു രീതി കൂടിയാണിത്. അപ്പൊ നമ്മൾ കോഴിമുട്ടത്തോട് ഇനി വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാതിരിക്കുക. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഈ രീതിയിലൊക്കെ നമുക്ക് കൃഷി ചെയ്യുമ്പം ഒരുപാട് ഗുണങ്ങളും അതുപോലെ ചെടികൾക്കൊക്കെ ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ കോഴിമുട്ടയുടെ തോട്. വീട്ടിലൊക്കെ ഒരുപാട് പേര് കോഴിമുട്ടത്തോട് തെങ്ങിന്റെ ചോട്ടിലേക്ക് വലിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. പല വീടുകളിലും പോയാൽ കാണാം. അതുപോലെ പല ബേക്കറി സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതിന് കോഴിമുട്ടത്തോട് അപ്പാടെടുത്ത് റോഡ് സൈഡിലൊക്കെ കൊണ്ട് തള്ളുന്ന കാണാം. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ട് ചെടികൾക്ക് ഒരു 6 മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വീട്ടിലെല്ലാ ചട്ടിയിലും ഒരു കോഴിമുട്ട വീതം മണ്ണിൽ കുഴിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉള്ളവർ മാത്രം കോഴിമുട്ട അതുപോലെ മണ്ണിൽ കുഴിച്ചിട്ട് നിങ്ങൾ നോക്കുക. പലരും കോഴിമുട്ട അങ്ങനെ എല്ലാ ചെടിയിലും പോയിട്ട് കോഴിമുട്ടയുടെ ഓരോ കോഴിമുട്ട വീതം കുഴിച്ചിടാൻ പലർക്കും ഒരു വിഷമം ഉണ്ടായിരിക്കും. അതുകൊണ്ട് പലരും കോഴിമുട്ട അപ്പാടെ കുഴിച്ചിടാൻ മടി കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കോഴിമുട്ട തോട് ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. കൂടുതലായിട്ട് ചെടികളൊക്കെ നന്നായിട്ട് വളർച്ച കൈവരിക്കാനൊക്കെ ഈ കോഴിമുട്ടയുടെ പ്രയോഗം വളരെ നല്ലതാണ്. ചെടിക്കുണ്ടാകുന്ന കായകളുടെയും പൂക്കളുടെയും എണ്ണം വർദ്ധിപ്പിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. നാച്ചുറലായിട്ട് ചെടിക്ക് വേരൊക്കെ വന്നിരുമ്പോൾ ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള രീതിയിലേക്ക് ഇതിന്റെ വളം കമ്പോസ്റ്റ് പോലെ മാറിയിട്ടുണ്ടാവും കോഴിമുട്ടയുടെ. അവ തീർച്ചയായിട്ടും വലിച്ചെടുക്കാനും കൂടുതൽ സുഖമാണ്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മണ്ണിന്റെ ഡ്രൈനേജ് കൂട്ടാനൊക്കെ കോഴിമുട്ടത്തോട് നന്നായിട്ട് ഉപയോഗിക്കാം. കാരണം പെട്ടെന്ന് വെള്ളം കെട്ടിയെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കോഴിമുട്ടത്തോട് എടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് കോഴിമുട്ടത്തോട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.